അടുത്ത നമ്മൾ ടാക്സ് പെയർ ഫയലിംഗ് സ്റ്റാറ്റസിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, നമ്മുടെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. നമ്മളിപ്പോൾ ഒരു വിസിറ്റിംഗ് പോയി കഴിഞ്ഞാൽ കൂടിയ ഒരു 6 മാസം അത്രയൊക്കെയാണ് വരും. അത് കഴിയുമ്പോൾ വിസ കാലാവധി തീർന്ന് നമ്മൾ തിരിച്ചു വരണം നാട്ടിലോട്ട്. അതുപോലെ ഇപ്പോൾ ജോബ് വിസയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കമ്പനി വഴിയായിട്ടാണെങ്കിൽ ചിലപ്പോൾ 2 വർഷത്തേക്ക് അല്ലെങ്കിൽ അതിൽ കുറവോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറച്ച് വർഷം നിൽക്കും. ആ വിസ കാലാവധി തീർന്ന് കമ്പനി തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. പക്ഷേ നമ്മൾ ഈ 2 ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ US നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ജീവിക്കാനും ITR ഫയൽ ചെയ്യാനും സാധിക്കും. അത് വേണ്ടിയിട്ടാണ് PR എടുക്കുന്നത് തന്നെ. അവിടെ നമ്മൾ പെർമനന്റ് ആയിട്ട് താമസിക്കണമെങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്യണം. അപ്പം നമ്മൾ ഏത് കൺട്രിയിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മുടെ ഇൻകം ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം US ആണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ITR ഫയൽ ചെയ്യണം. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് വിസിറ്റിംഗ് വിസയ്ക്ക് പോയി തിരിച്ചു വരുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ജോബ് വിസയ്ക്ക് പോയിട്ട് 2-3 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന പോലെയോ അല്ല. പെർമനന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു നോൺ റെസിഡന്റ് ഏലിയൻ ആയിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, മറക്കാതിരിക്കുക. പെർമനന്റ് റെസിഡന്റ് വരുമ്പോൾ ഗ്രീൻ കാർഡ് ടെസ്റ്റും ഫിസിക്കലി പ്രസൻസ് വരുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റുമാണ് വരുന്നത്. ഈ 2 ടെസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത്ര നേരം പഠിച്ച ഇമിഗ്രേഷൻ ആണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാക്സ് ഫയലിംഗ് സ്റ്റാറ്റസ് ആണ്. അപ്പം നമ്മൾ ഒരു ക്ലയന്റിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കി. ഓക്കെ, അപ്പോൾ അയാൾ ഗ്രീൻ കാർഡ് ടെസ്റ്റും സബ്സ്റ്റാൻഷ്യൽ ടെസ്റ്റ് ഒക്കെ പാസ്സായി, അയാൾ സാറ്റിസ്ഫൈ ചെയ്തു, അയാൾ നോൺ റെസിഡന്റ് ഏലിയൻ അല്ല, അയാൾക്ക് കൂടുതൽ ക്രോസ് സർക്കണേഷൻ US ആയിട്ടാണെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയാളുടെ ടാക്സ് ഫയലിംഗ് സ്റ്റാറ്റസ്. ഒരു ക്ലയന്റിന്റെ ടാക്സ് ഫയലിംഗ് സ്റ്റാറ്റസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റത്തെ നമ്മുടെ പണി എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് ദ സിറ്റിസൺഷിപ്പ് ഓർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഓഫ് ദ ക്ലയന്റ് ഈസ് നോൺ, confirming the filing status of your client is the next important step. The filing status is determined on the basis of personal life of the client, especially his marital status. അതാണ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫയലിംഗ് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, ഫയലിംഗ് സ്റ്റാറ്റസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മെയിൻലി ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? പേഴ്സണൽ ലൈഫ്. ഒരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ ഒരു ടാക്സ് പേയറുടെ പേഴ്സണൽ ലൈഫിന്റെ ബേസിസിലാണ് അയാളുടെ ഫയലിംഗ് സ്റ്റാറ്റസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് 4 ടൈപ്പ് ഓഫ് ഫയലിംഗ് സ്റ്റാറ്റസ് ഉണ്ട്. ഏതൊക്കെയാ? സിംഗിൾ, മാരീഡ്, സർവൈവിംഗ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ്, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. ഏതൊക്കെയാണ് 4? സിംഗിൾ, മാരീഡ്, surviving spouse with dependent child, the last one head of household. Married തന്നെ 2 കാറ്റഗറി ഉണ്ട്. മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി, മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി. ഓക്കെ, മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഫയൽ ചെയ്യുന്നത്. ഓക്കെ, രണ്ടുപേരുടെ ഇൻകം ഒരു ഫോമിൽ കാണിക്കുന്നതാണ് മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി. മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് ജോയിന്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല, രണ്ടുപേർക്കും വെവ്വേറെ ചെയ്താൽ മതി, വെവ്വേറെ ഫോമിൽ ചെയ്താൽ മതിയെങ്കിൽ 2 1040 ഫോംസ് ആവശ്യമായിട്ട് വരും. ഒന്ന് വൈഫിനും ഒന്ന് ഹസ്ബൻഡിനും. അതാണ് മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി. ഓക്കെ, ഇന്ന് വായിച്ചോളൂ. ജസ്റ്റ് വായിച്ചു കഴിഞ്ഞോ? മനസ്സിലായില്ലേ? നമുക്ക് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഏതൊക്കെയായിരുന്നു? ഗ്രീൻ കാർഡ്, സബ്സ്റ്റാൻഷ്യലും. ഫയലിംഗ് സ്റ്റാറ്റസ് എത്ര ഉണ്ട്? 4 സിംഗിൾ, മാരിഡ്, സർവൈവിംഗ് സ്പൗസ്, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മീൻസ് മാരിഡ് അല്ല, സിംഗിൾ ആണ്. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ചൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷനും വരും. ഏതാണെന്നറിയോ? ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് എ ടാക്സ് ഇയർ ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അപ്പോൾ അവർക്ക് മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി അല്ലെങ്കിൽ മാരീഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി എന്ന സ്റ്റാറ്റസിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം ദേ ആർ നോട്ട് മാരീഡ് നൗ, അവർ ഡിവോഴ്സ്ഡ് ആയി. ലീഗലി, നോട്ട് സൂക്ഷിക്കുക, ലീഗലി. അല്ലാണ്ട് ചുമ്മാ ആരും അറിയാണ്ട് ലീഗലി അല്ലാതെ അവർക്ക് തോന്നിയ പോലെ ഡിവോഴ്സ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ലീഗലി ആസ് പെർ ദ ലോ റിക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ടാക്സ് ഇയർ പിന്നെ അവർക്ക് മാരീഡ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ഒരിക്കലും ITR ഫയൽ ചെയ്യാൻ പറ്റില്ല. പകരം അവർക്ക് സിംഗിൾ യൂസ് ചെയ്യാം. അതല്ല ഇപ്പോൾ ഒരു വീട്ടിലെ ചെലവ് മൊത്തം അവരാണ് നോക്കുന്നെങ്കിൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. ഓക്കെ, അവരുടെ ഇൻകം ആണ് മെയിൻ ഇൻകം ഒരു വീട്ടിലെ. സോ എങ്കിൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന കാറ്റഗറിയിൽ അവർക്ക് ITR ഫയൽ ചെയ്യും. ഓക്കെ, പിന്നെ സർവൈവിംഗ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ
ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള സിറ്റുവേഷൻസിലെ ഒരു കുട്ടിയുണ്ട് പക്ഷെ തുണയായിട്ട് ആരില്ല, ഹസ്ബൻഡ് മരിച്ചു, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവരുടെ ഇൻകം മാത്രമേ ഉള്ളൂ എങ്കിൽ വി ക്യാൻ ഫയൽ ദ ITR ഓൺ ദ ബേസിസ് ഓഫ് സർവൈവിംഗ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡൻറ്റ് ചൈൽഡ്. ഓക്കെ, മനസ്സിലായില്ലേ? അത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ നെക്സ്റ്റിൽ പോവാണ്. Individuals considered married. A taxpayer is considered married for the whole year if on the last day of the tax year the taxpayer and his or her spouse meet any one of the following test. ഒരു ടാക്സ് പെയർ മാരീഡ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നപ്പോഴാണ് ഒരു മുഴുവൻ ഇയർ, ദാറ്റ് മീൻസ് ഒരു ടാക്സ് ഇയർ അയാൾ മാരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് എ ടാക്സ് ഇയർ അവർ മാരേജ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ദേ ഹാവ് ടു മീറ്റ് ദിസ് 3 points. ഏതൊക്കെയാണ് 3 points? ഫസ്റ്റ് വൺ, ദേ ആർ മാരീഡ് ആൻഡ് ലിവിങ് ടുഗെദർ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മാരീഡും ആയിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരുമിച്ച് ജീവിക്കുക വേണം. അത് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, they are living together in a common law marriage that is recognized in the state where they now live or in the state where the common law marriage began. അതായത് അവര് ഏത് കൺട്രിയിലാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് അവിടുത്തെ മാരേജ്, കോമൺ ലോ മാരേജ് പ്രകാരം മാരേജ് ചെയ്തവരായിരിക്കണം. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ആൻഡ് തേർഡ് പോയിന്റ്, they are married and living apart but not legally separated under a decree of divorce or separate maintenance. They are separated under a temporary decree of divorce. For purposes of filing joint return, they are not considered divorced. അതായത് ഇപ്പോൾ അവർ വെവ്വേറെ താമസിക്കുകയാണ്, പക്ഷെ അവർ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവർ ടെമ്പററി ഡിവോഴ്സ്ഡ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസസിൽ അവർ സ്റ്റിൽ മാരീഡ് ആയിട്ടേ കണക്കാക്കൂ, ഒരിക്കലും സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടോ കണക്കാക്കില്ല. അപ്പോൾ ഒരു ടാക്സ് പെയർ അല്ലെങ്കിൽ ക്ലയൻറ്റ് മാരീഡ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഒരു ടാക്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ടാക്സ് ഇയർ ആ ടാക്സ് പെയർ അല്ലെങ്കിൽ ആ ക്ലയൻറ്റ് മാരീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ലിവിങ് ടുഗെദർ ആയിരിക്കണം. അണ്ടർ ഒരു കോമൺ ലോ മാരേജ് സിസ്റ്റം, അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെ കോമൺ ലോ മാരേജ് പ്രകാരം അവർ മാരീഡ് ആയിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരുമിച്ച് ജീവിക്കണം. ഇപ്പോൾ അവർ വെവ്വേറെയാണ് താമസിക്കുന്നത്, ഹസ്ബൻഡ് വൈഫ് വേറെ സ്റ്റേറ്റിൽ, അങ്ങനെ എപ്പാർട്ട് ഒരു വെവ്വേറെയാണ് താമസിക്കുന്നതെങ്കിലും അവരെന്താ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. ലീഗലി ഡിവോഴ്സ്ഡ് അല്ലാത്ത സാഹചര്യത്തിൽ സ്റ്റിൽ അവരെന്തായിരിക്കും? മാരീഡ് കപ്പിൾസ് ആയിരിക്കും. ഓക്കെ, ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ മാത്രമേ മാരീഡ് ഫയലിംഗ് ജോയിൻ്റ്ലി, മാരീഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി, ഈ രണ്ട് കാറ്റഗറിയിലും അവർക്ക് ITR ഫയൽ ചെയ്യാൻ സാധിക്കാത്തതുള്ളൂ. ലീഗലി ഡിവോഴ്സ്ഡ് അല്ല, ലിവിങ് എപ്പാർട്ടാണ്, അല്ലെങ്കിൽ ടെമ്പററി ഡിവോഴ്സ്ഡ് ആണ്, ഈ സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ പോലും അവർ മാരീഡ് എന്ന കാറ്റഗറി തന്നെയാണ് ITR ഫയൽ ചെയ്യേണ്ടത്. ഈ 3 പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാവാത്തുണ്ടോ? എപ്പോഴൊക്കെയാണ് മാരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അത് 3 പോയിന്റ്സ് മനസ്സിലായോ? കോമൺ ലോ പ്രകാരം മാരീഡ് ആയിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരുമിച്ച് ജീവിക്കണം, പിന്നെന്താ ഇപ്പം ലീവിങ് അപ്പാർട്ട് ആയാലും ടെമ്പററി ഡിവോഴ്സ് ആയാലും മാരീഡ് തന്നെയായിരിക്കും അൺടിൽ അവർ ഒരു ലീഗലി ഡിവോഴ്സ്ഡ് ആകുന്നവരേക്കും മാരീഡ് എന്ന സ്റ്റാറ്റസ് തന്നെയായിരിക്കും ഫയൽ ചെയ്യേണ്ടത്. ഇതാണ് ഈ 3 പോയിന്റ്സും പറയുന്നത്. സോ ദിസ് വൺ, വാട്ട് ഇഫ് ദ സ്പൗസ് ഡൈഡ് ഡ്യൂറിങ് ദി ഇയർ? അതായത് ഒരു ടാക്സ് ഇയറിൽ ഇപ്പം സ്പൗസ് മരിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ എന്ത് കാറ്റഗറിയിലായിരിക്കും നമ്മളിവിടെ പഠിച്ചു? കണ്ടോ, സർവൈവിങ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡൻറ്റ് ചൈൽഡ്. ഇപ്പോൾ ഒരു ടാക്സ് ഇയർ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് എ ടാക്സ് ഇയർ ഇപ്പം നമ്മുടെ സ്പൗസ് മരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ സർവൈവിങ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് എന്ന കാറ്റഗറിയിലായിരിക്കും. പക്ഷെ അതിൽ ചില എക്സെപ്ഷൻസ് വരും, അതാണ് പഠിക്കാൻ പോകുന്നത്. ഇഫ് എ ടാക്സ് പേയേഴ്സ് സ്പൗസ് ഡൈഡ് ഡ്യൂറിങ് ദി ഇയർ, the surviving spouse is considered married for the all year for filing status purpose ആണ്. അതായത് ഇപ്പോൾ ഒരു ടാക്സ് പേയറുടെ സ്പൗസ് മരിച്ച ടാക്സ് ഇയർ കണക്കാക്കുമ്പോഴത്തേക്കും ആ ടാക്സ് പേയറുടെ സ്പൗസ് മരിച്ചെങ്കിൽ ആ സർവൈവിങ് സ്പൗസ് എന്തായിട്ടായിരിക്കും? മാരീഡ് ആയിരിക്കും. ആ ഒരു ഓൾ ഇയർ, ആ മുഴുവൻ വർഷവും മാരീഡ് ആയിട്ട് തന്നെ കണക്കാക്കും. ITR ഫയൽ ചെയ്യുമ്പോഴും മാരീഡ് ആയിട്ട് തന്നെയാണ് ഫയൽ ചെയ്യുക.
If the surviving spouse did not remarry before the end of the tax year in which his or her spouse died, he or she can file a joint income tax return for himself or herself and his or her deceased spouse. For the next 2 years, the taxpayer may be entitled to file as qualified surviving spouse with dependent child. അതായത് ഇപ്പോൾ ഒരു ടാക്സ് ഇയറിൽ സ്പൗസ് മരിച്ചു കഴിഞ്ഞാൽ മാരീഡ് ആയിട്ടേ കൺസിഡർ ആക്കുള്ളൂ. ആ ഇയറിൽ മാരീഡ് ആയിട്ട് കൺസിഡർ ആക്കും. ഇപ്പോൾ റീമാരി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന വർഷങ്ങളിലെല്ലാം എന്തായിട്ടായിരിക്കും നമ്മൾ ITR ഫയൽ ചെയ്യുന്നത്? ക്വാളിഫൈഡ് സർവൈവിംഗ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ്. മനസ്സിലായോ അത്? അതായത് ഇപ്പോൾ സ്പൗസ് മരിച്ചു എന്ന് പറഞ്ഞാലും ആ ടാക്സ് ഇയറിൽ ഇപ്പോൾ ജാനുവരി ടു ഡിസംബർ ആണ് നമ്മളൊരു ടാക്സ് ഇയർ ആയിട്ട് US കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ടാക്സ് ഇയറിൽ ഏതെങ്കിലും ഒരു മാസം സ്പൗസ് മരിച്ചു കഴിഞ്ഞാൽ ആ എൻറ്റയർ ഇയർ നമ്മൾ മാരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. മാരീഡ് ഫയലിംഗ് ജോയിൻ്റ്ലി ആ ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ ITR ഫയൽ ചെയ്യുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, മാരീഡ് ഫയലിംഗ് ജോയിൻ്റ്ലി എന്ന കാറ്റഗറിയിലായിരിക്കും ആ ഒരു കറണ്ട് ടാക്സ് ഇയറിൽ നമ്മൾ ITR ഫയൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റീമാരി ചെയ്തില്ല എങ്കിൽ, ഇഫ് ദ സർവൈവിംഗ് സ്പൗസ് ഡിഡ് നോട്ട് റീമാരി, വേറൊരു വിവാഹം കഴിച്ചില്ല എങ്കിൽ പിന്നീട് വരുന്ന വർഷങ്ങളിൽ ക്വാളിഫൈഡ് സർവൈവിംഗ് സ്പൗസ് ആയിട്ടായിരിക്കണം എന്ത് ITR ഫയൽ ചെയ്യേണ്ടത്. ആ സ്പൗസ് മരിച്ച വർഷം മാത്രമേ മാരിഡ് ഫയലിംഗ് ജോയിൻ്റ്ലി എന്ന കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീടുള്ള വർഷങ്ങളിൽ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ ക്വാളിഫൈഡ് സർവൈവിംഗ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വേണം ITR ഫയൽ ചെയ്യാൻ, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ. സോ ദ ലാസ്റ്റ് പോയിന്റ്, ഇഫ് ദ സർവൈവിംഗ് സ്പൗസ് റീമാരി, ഇനി റീമാരി ചെയ്താലുള്ള സിറ്റുവേഷൻ ആണ് വരുന്നത്. ബിഫോർ ദ എൻഡ് ഓഫ് ദ ടാക്സ് ഇയർ he or she can file joint return with his new spouse, പുതിയ ആളായിട്ട്. The deceased spouse filing status for the year of his or her death will be married filing separately for that same year. ഇപ്പം 3 കേസസ് ആണ് വരുന്നത്. ഒന്ന്, ഇപ്പോൾ സ്പൗസ് ഒരു ടാക്സ് ഇയറിൽ സ്പൗസ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ടായിരിക്കും? മാരീഡ് എന്ന കാറ്റഗറിയിലാണ്, മാരീഡ് ഫയലിംഗ് ജോയിൻ്റ്ലി എന്ന കാറ്റഗറിയിലായിരിക്കും ITR ഫയൽ ചെയ്യേണ്ടത്. റീമാരി ചെയ്തില്ല എങ്കിൽ പിന്നെ വരുന്ന വർഷങ്ങളിൽ ക്വാളിഫൈഡ് സർവൈവിംഗ് സ്പൗസ് എന്ന കാറ്റഗറിയിലാണ് ITR ഫയൽ ചെയ്യേണ്ടത്. റീമാരി ചെയ്താൽ എങ്ങനെ? പുതിയ സ്പൗസായിട്ട്, ആരെയാണോ പുതിയതായിട്ട് റീമാരി ചെയ്തത് ആ സ്പൗസുമായിട്ട് മാരിഡ് ഫയലിംഗ് ജോയിൻ്റ്ലി എന്ന കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്യാം. അപ്പോൾ ആ ഡിസീസ്ഡ് സ്പൗസ്, അതായത് മരിച്ചുപോയ സ്പൗസിന്റെ ഫയലിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫോർ ദ കറണ്ട് ഇയർ, അതായത് ആ മരിച്ച ടാക്സ് ഇയർ ഉണ്ടാവുമല്ലോ ആ ഇയറിൽ മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി ആയിരിക്കും. ഓക്കെ, പിന്നീട് വരുന്ന വർഷങ്ങളൊന്നും ആ ഡിസീസ്ഡ് സ്പൗസിന് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കറണ്ട് ടാക്സ് ഇയറിൽ ഫയൽ ചെയ്യണം. റീമാരി ചെയ്ത കേസാണെങ്കിൽ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, ഈ 3 പോയിന്റ്സും മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒന്ന് ഇമിഗ്രേഷൻ സ്റ്റാറ്റസും പിന്നൊന്ന് ഫയലിംഗ് സ്റ്റാറ്റസും. ഓക്കെ, അപ്പം ഒരു ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്രയും വരെ പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി ഞാൻ നോക്കട്ടെ. ഓക്കെ, നമ്മളൊരു EA പഠിച്ചു, പാസ്സായി, ഒരു ഫേമിൽ നമ്മളൊരു US ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യാന്ന് വിചാരിക്കുക, EA ആയിട്ട് ജോലി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ആ ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്, അവരുടെ ITR ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ക്ലയന്റിന്റെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? US സിറ്റിസൺ അല്ല. സോ നോൺ റെസിഡന്റിന് ഒരിക്കലും ITR ഫയൽ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അത് നമ്മൾ റെസിഡന്റ് ആവണം. റെസിഡന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സ് റിട്ടേൺ. ഓക്കെ, then yes, tax account. Very good. To type out transcript. Good.
നെക്സ്റ്റ് ഇനി അടുത്തത് ഫയലിംഗ് സ്റ്റാറ്റസ്. നമ്മൾ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പഠിച്ചു, ട്രാൻസ്ക്രിപ്റ്റ് പഠിച്ചു, കോപ്പീസ് പഠിച്ചു. ഫയലിംഗ് സ്റ്റാറ്റസ്, എത്ര ടൈപ്പ് ഓഫ് ഫയലിംഗ് സ്റ്റാറ്റസ് ഉണ്ട്? മാരീഡ്, പിന്നെ രണ്ടെണ്ണം കൂടെ സർവൈവൽ സ്പൗസും. ഓക്കെ, ദ ലാസ്റ്റ് വൺ. ഓക്കെ, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. വെരി ഗുഡ്. യാ, മാരീഡ് രണ്ട് കാറ്റഗറി ഉണ്ട്. എങ്ങനെയൊക്കെ മാരീഡിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും? ഏതൊക്കെയാ രണ്ട് കാറ്റഗറി? ജോയിൻലി, ഓക്കെ. യാ, സെപ്പറേറ്റ്, ജോയിൻലിയും സെപ്പറേറ്റ്. ഓക്കെ, ഗുഡ്. ഇപ്പോ ഒരു കറന്റ് ടാക്സ് ഇയറിൽ സ്പൗസ് മരിച്ചു കഴിഞ്ഞാൽ റീമാരി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ITR ഫയൽ ചെയ്യാൻ പറ്റും? കറന്റ് ടാക്സ് ഇയറിൽ സ്പൗസ് മരിച്ചാൽ റീമാരി ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ITR ഫയൽ ചെയ്യുന്നത്? മരിച്ചു പോയാൽ യെസ്, ജോയിൻലി. റീമാരി ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻലി. പിന്നത്തെ ഇയറിലൊക്കെ എങ്ങനെയായിരിക്കും? പിന്നെ വരുന്ന ഇയേഴ്സിലൊക്കെ എങ്ങനെയായിരിക്കും? സർവൈവിംഗ് സ്പൗസ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി റീമാരി ചെയ്താലോ, വിത്ത് ന്യൂ സ്പൗസ്, എങ്ങനെയായിരിക്കും? ഓക്കെ, സെപ്പറേറ്റ് വരുന്നത് ഡിസീസ്ഡ് സ്പൗസിനാണ്. മരിച്ചുപോയ സ്പൗസിന് സെപ്പറേറ്റ് ആയിരിക്കും. വിത്ത് ന്യൂ സ്പൗസ് എങ്ങനെയായിരിക്കും? ആ ഒരു പുതിയ ആളായിട്ട് എങ്ങനെയായിരിക്കും ITR ഫയൽ ചെയ്യേണ്ടത്? സെപ്പറേറ്റ് കറക്റ്റ് ആണ്. അത് റീമാരി ചെയ്ത കേസിൽ സെപ്പറേറ്റ് വരുന്നത് ഡിസീസ്ഡ് സ്പൗസിനാണ്. ന്യൂ സ്പൗസ് ആയിട്ട് യെസ്, ജോയിൻലി. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. ന്യൂ സ്പൗസ് ആയിട്ട് ജോയിൻലി, ഡിസീസ്ഡ് സ്പൗസ് അതായത് മരിച്ചുപോയ സ്പൗസിന് സെപ്പറേറ്റ്ലി. ഓക്കെ, ക്ലിയർ ആയില്ലേ അതൊക്കെ? ഇനി നമ്മളിപ്പോ ലീഗലി മാരേജ് ചെയ്തിട്ടില്ല, സോറി, ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, പക്ഷെ ലീവിങ് എപ്പാർട്ടാണ്, വേറെ വേറെ താമസിക്കുന്നു, ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. ഏത് കാറ്റഗറിയിൽ ഫയൽ ചെയ്യും ITR? യെസ്, ജോയിൻലി. ഗുഡ്. പിന്നെ വരുമ്പോ ഇപ്പോ ഒരു വ്യക്തി US സിറ്റിസൺ ആണ്. ഇപ്പൊ ഞാനൊരു US സിറ്റിസൺ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഞാനൊരു 6 മാസത്തേക്ക് എന്താ ഒരു ഫ്രാൻസിലോ ഇറ്റലിയിലോ ഒന്ന് പോയി ജോലി ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഇൻകം ഏൺ ചെയ്തു. പക്ഷേ ടാക്സ് ഫയലിംഗ് അല്ലെങ്കിൽ ടാക്സ് റിപ്പോർട്ടിംഗ് ഫോംസ്, ഏതൊക്കെയാണ് ടാക്സ് റിപ്പോർട്ടിംഗ് ഫോം? അതിരിക്കട്ടെ, അതൊന്ന് ചോദിക്കട്ടെ. ഇൻഡിവിജ്വലിന്റെ കേസിൽ ഏതാന്ന് പറയണം, ബിസിനസിന്റെ കേസിൽ ഏതാന്ന് പറയണം. ടാക്സ് റിപ്പോർട്ടിംഗ് ഫോംസ് ഏതൊക്കെയാണ്? അതായത് വേജസും സാലറീസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോംസ്. ഓക്കെ, W2 ഇൻഡിവിജ്വല്. ഗുഡ്. ബിസിനസ്സിന് യെസ്, 1099. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട്, ഞാനൊരു US സിറ്റിസൺ ആണ്. എനിക്ക് ഫോറിൻ കൺട്രിയിൽ ഒരു 5-6 മാസത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അവിടെ നിന്ന് ഞാൻ കുറച്ച് ഇൻകം ഒക്കെ ഏൺ ചെയ്തു. ഞാൻ ആ ഇൻകം ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണമോ വേണ്ടയോ? യെസ് ഓർ നോ? കാണിക്കണമോ വേണ്ടയോ? കാണിക്കണം. യെസ്, കാരണം എന്തുകൊണ്ടാ? നമ്മളൊരു US സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ US ഒരു റെസിഡന്റ് ഏലിയൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് വേൾഡ് വൈഡ് ഇൻകം നമ്മൾ കാണിക്കണം. നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടുന്നുണ്ടോ അത് മൊത്തം കാണിക്കണം. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്കിപ്പോൾ കോപ്പീസ് കിട്ടും എന്ന് പറഞ്ഞല്ലോ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിലെ എത്ര വർഷത്തേക്ക് വരെയുള്ള കോപ്പീസ് കിട്ടും? കറണ്ട് ഇയറിലെയും പിന്നെ മുന്നത്തെ എത്ര വർഷം? 6. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ട്രാൻസ്ക്രിപ്റ്റ് ആണെങ്കിലോ എത്ര വർഷത്തേക്ക് കിട്ടും? 3. ഓക്കെ, ഗുഡ്. ഓക്കെ, നൈസ്. ഓക്കെ, ദെൻ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കി. ഓക്കെ, പിന്നെ ഇപ്പോ എനിക്ക് US ജോലി കിട്ടി, US പോയി ഒരു 3-4 വർഷം ഞാൻ US നിന്നു. പക്ഷെ എനിക്ക് അവിടെ സ്വന്തമായിട്ട് വീടില്ല, വോട്ടിംഗ് വോട്ടിംഗ് റൈറ്റ് ഇല്ല. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഇന്ത്യയായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം. ഞാൻ അവിടുത്തെ റെസിഡന്റ് ആയിരിക്കോ നോൺ റെസിഡന്റ് ആയിരിക്കോ? ആയിരിക്കും.
നോൺ റെസിഡന്റ് കാരണം എന്തുകൊണ്ടാ കൂടുതൽ കണക്ഷൻ എനിക്ക് വേറൊരു കൺട്രി ആയിട്ട് സോ ഒബ്വിയസ്ലി നോൺ റെസിഡന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഗ്രീൻ കാർഡ് ടെസ്റ്റും സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ ITR ഫയൽ ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? നോ. യെസ്. ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മള് ഇൻഡിവിജ്വലില് ഇത്രയും വരെ എടുത്തത് ക്ലിയർ ആയിട്ടുണ്ട്. ചോദിക്കുന്നതിനൊക്കെ നന്നായി ഉത്തരവും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ. ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ. ഗുഡ്. ഓക്കെ അല്ലേ? ഓക്കെ. ഗുഡ്. വെരി ഗുഡ്. അപ്പൊ എനിക്ക് വരുന്ന ക്ലാസ്സിലും ഇങ്ങനത്തെ റെസ്പോൺസ് വേണം. നന്നായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ച് എല്ലാം മനസ്സിലാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് ടഫ് ആണെങ്കിൽ ഞാൻ ഒന്നും കൂടി പോയി റെഫർ ചെയ്തിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ. ഓക്കെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നാളെ കാണാം. ബൈ.